മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് പാർട്ടി പ്രവർത്തനത്തിന് വന്നാലാണ് സാഹിബ് പിണറായി വിജയൻ. അപ്പോൾ ഈ പാർലമെന്ററി സ്ഥാനത്തോടെ നിങ്ങൾ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സാഹിബ് പിണറായിയെ കാണാനേ കഴിയില്ല. നമസ്കാരം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും മഹാന്മാരും മഹതികളും ആക്കുന്ന തിരക്കിലാണ്. കുറേ പേര് സ്വയം പൊങ്ങുന്നു, വേറെ കുറേ പേര് മറ്റുള്ളവരെ എടുത്തു പൊക്കുന്നു. ഇവിടെ പിണറായി സഖാവിനെ ബേബി സഖാവ് എടുത്തു പൊക്കുകയാണ്. ഒരു സ്ഥാനമാനങ്ങളിലും യാതൊരുവിധ താല്പര്യവും ഇല്ലാതിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ സഖാവ്. ഞങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചത് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. ഇതൊക്കെ പറയേണ്ട സാഹചര്യം എന്താണെന്നറിയാമോ? ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ഈ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ ഫ്ലെക്സുകളിലും നിറഞ്ഞു നിന്നത് പിണറായി വിജയന്റെ മുഖം മാത്രമായിരുന്നല്ലോ, അരിവാൾ ചുറ്റിക നക്ഷത്രം പോലും എങ്ങും കാണാനില്ലായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പാർട്ടി ഇതുവരെ കാണിക്കാതിരുന്ന ഒരു ട്രെൻഡായിരുന്നല്ലോ ആ കണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു മറുപടി ബേബി സഖാവ് പറഞ്ഞത്. ഇത് LDFന്റെ പ്രചരണ ബോർഡുകളാണ്. അതിനകത്ത് എങ്ങനെയാണ് എൽ ഡി എഫിലെ ഒരു ഘടക പാർട്ടി നേതൃത്വ പാർട്ടിയാണെന്ന് പറയാം, അരിവാൾ ചുറ്റിക മാത്രം വരിക? ഓ, വിശാല മനസ്കർ. ഇതിപ്പോ LDFന്റെ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പോ നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം മാത്രം വെക്കാൻ പറ്റത്തില്ല, CPIMന്റെ നേതാക്കളെ മാത്രം വെക്കാൻ പറ്റത്തില്ല. അപ്പൊ LDF കൺവീനറുടെ ഫോട്ടോ വെച്ചുകൂടായിരുന്നോ? എങ്ങനെയാണ് ഒരു ഘടക കക്ഷിയുടെ നേതാവിന്റെ ഫോട്ടോ മാത്രം വെക്കുക? അതല്ല, ഇപ്പം CPIM നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു ഘടക കക്ഷിയാണ് എന്നിരിക്കട്ടെ, അപ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോ അല്ലേ വെക്കേണ്ടത്? എങ്ങനെ പിണറായി വിജയന്റെ ഫോട്ടോ വന്നത് എന്നാണ് ബേബി സഖാവ് ആർക്കും മനസ്സിലാകാത്തത്? പറയുന്നൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ. മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് പാർട്ടി പ്രവർത്തനത്തിന് വന്നാലാണ് സാഹിബ് പിണറായി വിജയൻ. അപ്പോൾ ഈ പാർലമെന്ററി സ്ഥാനത്തോടെ നിങ്ങൾ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സാഹിബ് പിണറായിയെ കാണാനേ കഴിയില്ല. അയ്യോ, വലിയ ത്യാഗമായിരുന്നു. മുഖ്യമന്ത്രി ആയത് എങ്ങനെയാണ്, ആരെ തേച്ചിട്ടാണ്, ഏത് വഴിയിലൂടെയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. അതിലോട്ടൊന്നും കടക്കരുതേ ബേബി സഖാവെ, ദയവ് ചെയ്ത്. എന്താ പറഞ്ഞത്? മന്ത്രിസ്ഥാനം പോലും ആഗ്രഹിക്കാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ, ആ പദവിയേക്കാൾ മേലെ നിൽക്കുകയായിരുന്നു CPIMന്റെ ജനറൽ സെക്രട്ടറി പദം. അതാണ് ആസ്വദിച്ചത് കുറെ നാള് ആര്? ഈ പറയുന്ന ത്യാഗി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷവും പാർട്ടിയേക്കാളും പാർട്ടി സെക്രട്ടറിയേക്കാളും ദേശീയ സെക്രട്ടറിയേക്കാളും ഒക്കെ വലുതായിട്ട് നിങ്ങൾ നിന്നത് ആര് തന്നെയാണ്? ഈ ത്യാഗി തന്നെയാണ്. അതേ പറഞ്ഞുള്ളൂ, സകലയിടത്തും എൻ്റെ മുഖം, എൻ്റെ ഫേസ്, എൻ്റെ ഉടൽ, ഇത് മാത്രം മതിയെന്ന് ഉത്തരവിട്ടത് കൊണ്ടാണ് നിങ്ങൾ എല്ലായിടത്തും ഫ്ലെക്സ് അടിച്ച് പ്രദർശിപ്പിച്ചത് എന്നുള്ള ലളിതമായ ഉത്തരത്തിലേക്ക് അങ്ങ് എത്തിയാൽ പോരെ? ഇത്രയും സങ്കീർണതകളിലൂടെ വളഞ്ഞു മൂക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ ബേബി സഖാവേ? ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാത്ത ആളാണല്ലോ. അതല്ലേ ഈ പ്രായത്തിലും നിങ്ങൾ എന്തിനാ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്? ഒന്നും കൂടെ സ്വയം അടിച്ച് താഴാനാണോ, അതോ എന്തെങ്കിലും വെളുപ്പിക്കാനാണോ? വെളുപ്പിക്കാനുള്ള കാര്യത്തെ പിടിച്ച് തൂങ്ങിയാൽ മതി, ഇതിലേക്ക് വരണ്ട. 10 കൊല്ലമായിട്ട് കസേരയും പിടിച്ച് എടുത്ത് അതിനകത്ത് ഉറച്ചിരുന്ന് സകല കൊള്ളത്തരവും ചെറ്റത്തരവും എല്ലാം കാണിച്ച് ജനങ്ങളെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ച്, എന്തിന് രക്തസാക്ഷി ഫണ്ട് വരെ മുക്കിയ കേസ് ഇവിടെ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ അധികാരമോഹി അല്ല എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞാ അത് തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത അന്തങ്ങൾക്കേ കേട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ബേബിച്ചായനൊന്ന് സൂക്ഷിച്ചോ. ഈ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം ബേബിച്ചായനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് ഇനി ആ സ്ഥാനത്ത് വല്ലതും കയറിയിരിക്കാനുള്ള അധികാരമോഹം പുള്ളിക്കാരൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ചൂഴ്ന്നിറങ്ങിയാൽ തന്നെ അറിയാം. എങ്കിലും നാണം കെട്ട പുകഴ്ത്തലുകളായിരുന്നു പുകഴ്ത്തുന്നത് മനുഷ്യരുടെ മുന്നിൽ. ജോലി ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം, അത് വേറെ കാര്യം. അല്ല ബേബി സഖാവേ, ഇത്രയും അധികാരമോഹം ഇല്ലാത്ത ആള് എന്തിനാ പരമാവധി ശ്രമിക്കുന്നത് ഇപ്രാവശ്യവും കയറിയിരിക്കാൻ? എന്തിനാ? ഓ, ജനങ്ങളെ സേവിച്ച് മതിയാകാത്തതിലുള്ള വിഷമം അല്ലേ? ഇനിയും സേവിക്കാൻ ബാക്കി കിടക്കുന്നു. ഒന്നും സേവിക്കണ്ട, ഇവിടെ എല്ലാം ചെയ്ത് പൂർത്തിയാക്കി 10 വർഷം കൊണ്ട് കേരളത്തെ വേറൊരു ലെവലിൽ എത്തിച്ചെന്നല്ലേ അവകാശപ്പെടുന്നത്. ഇനി ഇവിടെ ഒന്നും മാറാനില്ല, ഇവിടെ എല്ലാം മാറ്റി മറിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കാൻ പറ. എന്തിനാ ഈ പിടിവാശി കാണിക്കുന്ന അധികാരമോഹമില്ലാത്ത ത്യാഗി? മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് പാർട്ടി പ്രവർത്തനത്തിന് വന്നാലാണ് സാഹിബ് പിണറായി വിജയൻ. സത്യത്തിൽ വല്ല ഓഫറും ബേബി സഖാവിന് കിട്ടിയിട്ടുണ്ടോ? അല്ല, കസേരയെന്ന് വലിച്ച് താഴെ ഇടാൻ നോക്കിയാലും അതേ മുറുകെ പിടിച്ച് ഞാൻ എന്നെ കൊന്നാലും മാറൂല്ലടാന്ന് പറഞ്ഞിരിക്കുന്ന ആളെക്കുറിച്ച്, മലയാളികൾക്ക് ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്ന ആളെക്കുറിച്ച് ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് ചോദിച്ചതാ. അത്രത്തോളം കനത്ത ഓഫർ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന്. 8 നില പൊട്ടുമെന്ന് ഉറപ്പായപ്പോൾ പലവിധ അടവുകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ഇതുവരെ കേൾക്കാത്ത ചരിത്രങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും മെയ് 4-ാം തീയതി അമേരിക്കയ്ക്ക് പോകാനിരിക്കുകയാണെന്നാ കേൾക്കുന്നത്. എന്തൊക്കെയാവുമെന്ന് കണ്ടു തന്നെ അറിയാം. ബേബിച്ചായം വന്ന്
വെറും ബേബി തന്നെ ആയിക്കൊണ്ടിരിക്കുക. ഇത്രയൊക്കെ പറഞ്ഞാൽ കൂടിപ്പോയ എന്ത് കിട്ടുമെന്ന ഇനിയുള്ള കാലത്ത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഈ അവസ്ഥയിൽ എന്തോ കിട്ടാനാ ബേബി ചായ ഈ ഇരുന്നുകൊണ്ട് പറയുന്നത്. ചക്കരക്കുടത്തിൽ കൈയിട്ടിട്ട് നക്കി വടിച്ചിട്ട് ആ വിരലും വിടുന്നില്ല, കുടവും വിടുന്നില്ല, ചക്കരയും തീർന്ന് ആ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കുടം കാലിയായാലെങ്കിലും വെറുതെ വിടണ്ടേ? അതുമില്ല. ആ ത്യാഗിയെക്കുറിച്ചല്ലേ ഈ ഇരുന്ന് വാചകം അടിക്കുന്നത്. അപ്പോൾ ഈ പാർലമെന്ററി സ്ഥാനത്തോടെ നിങ്ങൾ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ പിണറായിയെ കാണാനേ കഴിയില്ല. ഒരു ലിഫ്റ്റിന്റെ സഹായമില്ലാതെ ഒരു ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരീരം. ആ ഒരവസ്ഥയിൽ എത്തിയിട്ടും പിന്നെയും വടിയും കുത്തിപ്പിടിച്ച് നിർത്തി നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ ആ മനുഷ്യനെ. അപ്പോൾ നിങ്ങൾ കാണിച്ച ക്രൂരതയാണല്ലേ അത് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് തീരെ മനസ്സില്ലായിരുന്നു. ഞങ്ങൾ ഇത്ര നാളും പറഞ്ഞത് തിരിച്ചെടുത്തു കേട്ടോ. തീരെ ആഗ്രഹമില്ലായിരുന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ച് ആ മനുഷ്യനെ മത്സരിപ്പിക്കുന്നത്? റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ലേ ഇത്? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും പൊതുജനങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട്. ഇത്രയും പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ്, ഉറങ്ങേണ്ട സമയമാണ്, റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഇത്രയും ആഗ്രഹമില്ലാത്ത മനുഷ്യനെ നിങ്ങളെല്ലാവരും നിർബന്ധിച്ചാണ് നിർത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി ഞങ്ങൾ നേരത്തെ കൂട്ടി ചെയ്യേണ്ടത് വോട്ടിലൂടെ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ പാർട്ടി ക്ലാസ്സിലോ അടിമകൾ മാത്രം പ്രസൻ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും സമ്മേളനത്തിലോ ഒക്കെ പറയണം കേട്ടോ. അവരുടെയൊക്കെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബീജിയം ഇട്ട് നിങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് പാർട്ടി പ്രവർത്തനത്തിന് വന്നാലാണ് സാഹിബ് പിണറായി വിജയൻ. പിന്നെ വേറൊരു കാര്യം കൂടെ ബേബിച്ചായ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പദവിയിൽ ഇരുന്നിട്ട് ഒന്നും സമ്പാദിക്കാത്ത ആളായിരുന്നു ശ്രീ പിണറായി വിജയൻ സഖാവ്. അതും കൂടെ പറ. അപ്പൊ കുറച്ചുകൂടി രോമാഞ്ചം വരും. ഒരു അഴിമതി ഉണ്ടായിട്ടില്ല, ഒരു കേസ് വന്നിട്ടില്ല, യാതൊരു വിധത്തിലുള്ള കറുത്ത പാടുകളും അവശേഷിപ്പിക്കാതെ 10 വർഷം വിദഗ്ധമായിട്ട് വളരെ വിജയകരമായിട്ട് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച ആൾ കൂടിയാണെന്ന് പറ. 1/2 ഗ്രാം പോട്ടെ, 1/4 ഗ്രാമെങ്കിലും ഉണ്ടോ ഉളുപ്പ്? എന്താ ഏത് കട കിട്ടുമെന്നോ? ജംഗ്ഷനിലോട്ട് ചെന്നാൽ മതി, പലചരക്കട കിട്ടും. പാർട്ടിയിൽ ആർക്കും കൊടുക്കാത്ത ഇളവും കൊടുത്ത് മരിക്കാൻ കിടക്കുന്നത് വരെ മത്സരിക്കാനുള്ള അനുമതിയും കൊടുത്തിട്ട് ഇരുന്ന് ചെലയ്ക്കുന്നത്, അതും മലയാളികളോട് മലയാളത്തിൽ. അങ്ങ് ചെന്ന് നിന്നേ അവിടെ ചെന്ന് നിന്ന് മുറി ഹിന്ദിയിലും മുറി ഇംഗ്ലീഷിലും ഒക്കെ നിന്നങ്ങ് സംസാരിച്ച പോരെ? പച്ച മലയാളത്തിൽ വിട്ടിരുന്ന് പറഞ്ഞ് വെറുതെ ചെളിവാദ്യം ഏറ്റു വാങ്ങണോ? അല്ല, കുറച്ച് ആളുകൾക്കൊരു സംശയമുണ്ട് ബേബിച്ചായ. കുറേ നാളുകൾ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, പാർട്ടി പ്രവർത്തനം മാത്രം മതി, എനിക്ക് ഒറോട്ടിയും കട്ടൻ ചായ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളല്ലേ. എന്തുകൊണ്ടാ ഈ മന്ത്രിസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങാൻ തുടങ്ങിയത്? കൈയൊട്ട് വാരി തിന്നപ്പോൾ അതിൻ്റെ രുചി അങ്ങ് തലയ്ക്ക് പിടിച്ചല്ലേ? നെയ്മീനേക്കാളും നല്ല രുചിയാണ് ഈ പദവിക്കെന്ന് മനസ്സിലായപ്പോൾ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെഴുകണമല്ലോ നിങ്ങൾക്ക്. അടിമകളുടെ ധർമ്മം അതായി പോയില്ലേ? അപ്പോൾ ഈ പാർലമെന്ററി സ്ഥാനത്തോടെ നിങ്ങൾ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ പിണറായിയെ കാണാനേ കഴിയില്ല. ആ VS അച്യുതാനന്ദൻ ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത് കാര്യമായി. ഒരു കടൽ, ആ കടലിന് ആവേശമുണ്ടാകുന്നത്, അതിൻ്റെ തിരക്ക് ശക്തി ഉണ്ടാകുന്നത് ആ കടലിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുമ്പോൾ മാത്രമാണ്. കടലിൻ്റെ ഭാഗമല്ലാതെ ആകുമ്പോൾ, ഒരു ബക്കറ്റിൽ കടലിലെ വെള്ളം കോരിയെടുത്താൽ അതിൽ തിര കാണില്ല, അതിലെ വെള്ളത്തിന് ആവേശം കാണില്ല. ഇതാരുടെ കവിതയാ? ഇതാർക്ക് വേണ്ടി സമർപ്പിച്ച കവിതയാ? ഇതൊക്കെ വല്ലതും ഓർമ്മയുണ്ടോ ബേബിച്ചായ? അതോ കൂടോടെ എല്ലാത്തിനും അംനീഷ്യം ബാധിച്ചോ? കക്കാനും നക്കാനും മുക്കാനും വിദഗ്ധനാണ് എന്ന് തെളിയിച്ച ഒരു സഖാവിനെ ഇങ്ങനെ വെളുപ്പിക്കേണ്ടി വരുന്ന സഹസഖാവിൻ്റെ ഗതികേട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞ കോമഡിക്ക് ഞങ്ങൾ ചിരിക്കുന്നില്ല. അങ്ങനെ ഒരു മര്യാദ കാണിക്കുന്നു. ചെളിവാദ്യങ്ങൾ സഖാവെ, മുൻപോട്ട് തുടരും.